Oh. ചില അത്യാവശ്യ ദിവസങ്ങളിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ പോലും അടിക്കാത്ത ഞങ്ങളുടെ ആ പണ്ടാറ അലാറം ആ നാലാമത്തെ ശനിയാഴ്ച കൃത്യമായി 6 മണിക്ക് തന്നെ അടിച്ചു. കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. അറിയായിരിക്കുമല്ലോ, ഒരാഗോള പ്രതിസന്ധി, ഒരു മുടിഞ്ഞ സാമ്പത്തിക മാന്ദ്യം. അത് കേൾക്കാത്ത താമസം കോർപ്പറേറ്റ് കമ്പനിക്കാർ ക്രോസ് കട്ടിംഗ് എന്ന പുതിയ നമ്പർ കൊണ്ടങ്ങ് ഇറങ്ങും. ഏതാണ്ട് അതുപോലൊരാശയം ഞങ്ങളുടെ റൂമിൽ നടപ്പിലാക്കി. മാസാവസാനമുള്ള അവധി ദിവസങ്ങളിൽ രാവിലെ 11 മണിക്ക് ശേഷം മാത്രമേ ഉണരൂ. അങ്ങനെയാകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് ന്യൂട്രലങ്ങ് കട്ട് ചെയ്യാമല്ലോ. വാട്ട് ആൻ ഐഡിയ! ഓരോ ദിവസവും ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഓരോരുത്തരാണ്. അതാണ് ബാച്ചിലേഴ്സ് റൂമിലെ ഒരു പ്രധാന നിയമം. ഇന്ന് നറുക്ക് വീണത് എനിക്ക്. ഈ മുടിഞ്ഞ വിശപ്പ് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമേ ആകില്ലായിരുന്നു. പക്ഷേ എന്തു ചെയ്യാൻ, വിശപ്പ് ഒരു ആഗോള പ്രതിസന്ധിയാണല്ലോ. പ്രകൃതി നിയമം അനുസരിച്ച് പറഞ്ഞാൽ ഭക്ഷണ ശൃംഖല അത് നമ്മൾ പണ്ടേ തകിടം മറിച്ചു. റൂമിലെ പാറ്റാശല്യം കൂടിയപ്പോൾ അതിനെയെല്ലാം ഹിറ്റടിച്ചു കൊന്നതുകൊണ്ട് ആ പാവം പല്ലിയുടെ ആഹാരവും ഇല്ലാണ്ടാക്കി. ഫ്രോഗ് ട്രേഡ് നിയമം നിലവിൽ വരുന്നവരെയും പാടത്ത് വിളകളെ നശിപ്പിക്കുന്ന ചെറുകീടങ്ങളെ തിന്നു നടന്നിരുന്ന പച്ചത്തവളുകളെയും നമ്മൾ പിടിച്ചു തിന്നുമായിരുന്നു. എന്തിനേറെ പറയുന്നു, കവചകുണ്ടലം ഉണ്ടെന്ന് അഹങ്കരിച്ച ആമയെ നമ്മൾ വെറുതെ വിട്ടു? ഇല്ല, അതിൻ്റെ തോട് പൊളിച്ച് നമ്മൾ തിന്നു. പിന്നെ നമ്മൾ പക്ഷികളുടെ പിന്നാലെ പാഞ്ഞു തുടങ്ങി. കണ്ണിക്കണ്ടതെന്തും പിടിച്ചു തിന്നുന്ന നമ്മൾ അവരുടെ പാത്രത്തിലും കൈയിട്ട് വാരി. ഒടുവിൽ അവരും വിശന്നു കിടന്നു. ഈ ഗതികേട് കൊണ്ട് നാട്ടിറങ്ങി ഉരകങ്ങളെ നമ്മൾ വെറുതെ വിട്ടു? ഇല്ല, അതിനെ നമ്മൾ വാമ്പ സുരേഷിനെ കൊണ്ട് പിടിപ്പിച്ചു. മണ്ണ് മാത്രം മല്ലമാക്കിയാൽ നമ്മുടെ കലിപ്പ് തീരുമോ? ഇല്ല. അതുകൊണ്ട് പതുക്കെ നമ്മൾ നദിയിലേക്കും വിഷം കലക്കി. കിടപ്പാടം നഷ്ടപ്പെട്ട ചില മീനുകൾ മനം നൊന്നിട്ടാണോ എന്നറിയില്ല, കരയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. എന്ത് വാർത്തയാക്കണമെന്നറിയാതെ പാഞ്ഞു നടന്നിരുന്ന ചില ചാനലും ചുരുക്കം ചില പ്രകൃതി സ്നേഹികളും ഇതിനെതിരെ ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും പതിവ് പോലെ ഭരണകൂടം അവരുടെ കണ്ണിലും പൊടിയിട്ട് തടി തരും. അത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർത്തത് മറ്റൊന്നുമല്ല, ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ട ഒരു രസകരമായ പോസ്റ്റാണ്. കോഴികളോട് ഒരു പ്രത്യേക അഭ്യർത്ഥന: മുട്ടയിടുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സവാള കൂടി ഇടണം, എന്നാലേ ഇനി ഓംലേറ്റ് അടിക്കാൻ പറ്റൂ. ഇതൊക്കെ വായിച്ച് രസിക്കും എന്നല്ലാതെ പാവപ്പെട്ടവൻ്റെ കാര്യം തിരക്കാൻ ഇവിടെ ആർക്കാ നേരം? പക്ഷേ ഫേസ്ബുക്കിൽ പട്ടിണിക്കാരെ കണ്ടാൽ അകമഴിഞ്ഞങ്ങ് സപ്പോർട്ട് ചെയ്യും. പിന്നെ കമൻറ്റും ഷെയറും ആകെ ഒരു ബഹളമായിരിക്കും. പക്ഷേ ആരെയെങ്കിലും സഹായിക്കുകയോ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയോ ചെയ്യുമോ? ഇല്ല, അതൊന്നും വേണ്ട, സഹായിക്കണ്ട. കണ്ണിക്കണ്ടതെല്ലാം പാത്രത്തിൽ വിളമ്പി വെച്ച് പാതിയാവുമ്പം എനിക്ക് നിറഞ്ഞു എന്ന് പറഞ്ഞ് ഏമ്പക്കം വിട്ട് എഴുന്നേറ്റ് പോകുമ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വയറ് നിറച്ച് കഴിച്ച് ഏമ്പക്കം വിടാൻ കഴിയാതെ വിശന്ന് മരിച്ചു വീഴുന്നവരുണ്ടെന്ന് ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. കുറഞ്ഞ പക്ഷം ആഹാരം പാഴാക്കാതെങ്കിലും ഇരുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ആരോട് പറയാൻ? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ കേൾക്കാൻ ആർക്കാണ് താല്പര്യം? ഒരു കണക്കിന് ഗാന്ധിജി പറഞ്ഞു തന്നെ ശരി. There are people in this world so hungry that God cannot appear to them except in the form of bread. അല്ലാതെ തുലാഭാരമോ നേർച്ചയോ നടത്തിയാൽ ദൈവത്തിനെ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല. വിശക്കുന്നവന് അന്നം തന്നെയാ ദൈവം. അങ്ങനെ ഒരു വിധത്തിൽ ഇന്നത്തെ ഞങ്ങളുടെ ബ്രഞ്ചും റെഡിയായി. ഇനി ഇത് വീതിക്കണം, അതാണ് വലിയ പണി. ഡേ, എല്ലാവരും വാടേ, ഉണ്ടാക്കി വെച്ചേക്കണം. എന്ത് വാടേ ഇത്? ഒരു മാനേഴ്സ് ഒക്കെ വേണ്ടേ? നിറഞ്ഞിട്ടല്ലേ ഗ്യാസ്.